ജമന്തി ഇങ്ങ് വന്നേ. എന്താ എനിക്ക് എനിക്ക് ആകെ ഒരു സംഭ്രമോടി. എന്തിന്? ഇതിപ്പോ നല്ലതാണ് ചീത്താണെന്ന് ഈ എന്നെ എല്ലാവരും വിളിക്കണു. പാട്ട് കണ്ടിട്ടില്ലേ? അത് നല്ല കാര്യല്ലേ, കൊറേ ആൾക്കാര് കണ്ടില്ലേ? അല്ല, എല്ലാരും വിളിച്ചിട്ട് ഭയങ്കര അഭിപ്രായമൊക്കെ പറയാ. അത് നല്ലതല്ലേ, അതിന് പേടിക്കണ എന്തിനാ? ആരാ? വേറെ ആരാണ് വിളിക്കുന്നത്? എടുക്ക്. ഹലോ, അതെ. അയ്യോ, അത് ഞാൻ വെറുതെ തമാശക്ക് പാടിയതാ. താങ്ക്സ്. തമാശക്കാക്കണ്ട, ശരിക്കും പാടിക്കോളാൻ. ഇനി മുഖം കണ്ടില്ലേ? അത്ര നല്ലതാ? അത്ര നല്ലതാണോന്ന് ചോദിച്ചാൽ നല്ലതാണ്, പാട്ട് നല്ലതാണ്. ഒരാൾ വിളിച്ചിട്ട് പറയാ കേട്ടോ, ചിത്ര ചേച്ചിയുടെ പോലെ ഒച്ചാന്ന്. അത് അയാള് തള്ളി മറിച്ചതാ. തള്ളിയതൊന്നും അല്ല, എനിക്കും തോന്നി പിന്നെ പാടി നോക്കിയപ്പോ. ശരിക്കും നീ ധൃതി പിടിച്ചോണ്ട, അല്ലെങ്കിൽ വേറൊരു പാട്ടും കൂടി പാടായിരുന്നു. ഇനിയിപ്പൊ അടുത്തൊന്നും പാടരുത്. അല്ല, ഒരെണ്ണം കൂടി പാടണം. ഇനിയിപ്പോ ഉടനെ പാടരുത്, ആൾക്കാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കണം. നമ്മുടെ ആൾക്കാരിപ്പൊ കാത്തിരിക്ക അടുത്ത പാട്ട് വേണമെന്ന്. ഇതെല്ലാവരും ഒന്ന് കണ്ടു കഴിയട്ടെ, അല്ലാതെ ഇങ്ങനെ തുടരെ ഇങ്ങനെ പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും. തക്ലിയുടെ സ്കൂളിലുണ്ടല്ലോ ഒരു ജാടക്കാരി പെണ്ണുണ്ട്. സ്കൂളിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ കൊച്ചിന്റെ അമ്മ എന്നോട് മിണ്ടാറേ ഇല്ല. പെണ്ണുമ്പിള്ള ഇന്ന് വിളിച്ചേക്കണ് പാട്ട്. പിന്നെയും കോള് തന്നെ. ആരാ? നീത്തം. ഹലോ, തങ്കമല്ല, നാത്തൂന. അത് പിന്നെ പാട്ട് അല്ല, പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്ക. ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാട്ടോ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചോ. ഏതോ ഒരാള് ക്ലിറ്റു ചേട്ടന്റെ പരിചയത്തിലുള്ള ആരാണ്ടാ. ശരിക്കും കലാകാരിയായിട്ടൊക്കെ ജനിക്കാൻ ഭാഗ്യം ചെയ്യണല്ലേ? അതെ, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇതിപ്പോ ആരും കാണൂല. അതായത് നമുക്ക് ഈ സ്വർണ്ണക്കട്ടി ഒരുപാട് നാള് മൂടി വെക്കാൻ പറ്റില്ല, അതിങ്ങനെ തിളങ്ങി പുറത്തു വരും. ആരാ സ്വർണ്ണക്കട്ടി? നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? എന്തിന്? നിനക്ക് പാടാൻ കഴിവില്ലല്ലോ. ഹലോ, നാണം. ഇത് ഗംഭീരായിട്ടുണ്ട് പാട്ട്. നീ കേട്ടോ? ഞാൻ കേട്ടില്ലേ, വാസിലിത് കേട്ടോണ്ടിരിക്കയാണ്. അവനന്നേരം എന്നെ കേൾപ്പിച്ചത്. ഒരു എയെ വിളിച്ച് കേൾപ്പിച്ച്, പിന്നെ അവിടെ ഉള്ളവരെല്ലാരും കേട്ട് എല്ലാരും ഞെട്ടിരിക്കുന്നു. ആ വീഡിയോയുടെ അടിയിൽ എഴുതണമായിരുന്നു വീഡിയോ ബൈ ജമന്തി. അതിനാണ് ഞാനല്ലേ വീഡിയോ എടുത്തേ. ആരെടുത്താ എന്താ, പാടിയതല്ലേ കേമം. അത് വെച്ചിങ്ങനെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഒറിജിനല് തോറ്റുപോകും. അത്ര ഫീലുണ്ട്. ഇതിനകത്ത് എത്ര പേരായിന്നറിയോ വിളിക്കുന്നത്? ഇതിനകത്ത് എപ്പോഴും കോള് വന്നോണ്ടിരിക്കുക. ആണോ? എല്ലാരും പറയും എന്നോട് ഇനിയും പാടണം. ഉറപ്പായിട്ട് പാടണം. മാത്രല്ല ഏതെങ്കിലും ഒരു നല്ല ആളുടെ അടുത്ത് പോയിട്ട് പാട്ട് പഠിക്കാൻ വേണം. അതിന് ഇനി എത്ര പൈസ ചെലവായാലും വേണ്ടില്ല, ആ പൈസ ഞാൻ തരും. സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ഞാൻ പൊട്ടിക്കും. ഇവിടെ പൊട്ടിക്കണേ. ഞാൻ പൊട്ടിക്കും. ഇതെന്താ സമ്മാനം? പിടി കഴി, നീ കഴിച്ചോ. എനിക്കാ? എന്റെ വായിൽ വെച്ചതാ. അതോട് അവൾക്ക് എല്ലാം കൂടെ വന്ന് ഇട്ടിട്ട് നീ തോട്ടെ കുടുങ്ങി ഇതാവണ്ട. കുഴപ്പമില്ല. എന്റെ വാനമ്പാടി, എന്റെ ആളിയാ, കുടുംബത്തിന് ഇപ്പോഴാണ് അതിൻ്റെ ഒരു വില നില ഉണ്ടായത് കേട്ടോ.
അത് എല്ലാവരുടെ ഇതാ ഒരുപാട് തിന്നണ്ട, തൊണ്ടയ്ക്ക് അത് മധുരം ഒരുപാട് ഇത് കഴിച്ചുവിടാന്ന് പറഞ്ഞു. ഞാൻ തന്ന പോലെ എനിക്കിപ്പോ കുറ്റബോധം തോന്നുകളിയാ. അല്ല അന്ന് ആ ജോലി കിട്ടിയ സമയത്ത് തന്നെ ഇവളെ പാട്ട് പഠിപ്പിച്ചാൽ മതിയായിരുന്നു. അതിപ്പോ സാരമല്ലേ, അവൾക്ക് നന്നായിട്ട് പാടുകയല്ലേ. അല്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല ജീവിതം കിട്ടിപ്പോയനെ. ഇപ്പൊ അവളുടെ ജീവിതത്തിൽ എന്തോ ഒരു കുഴപ്പം. എന്തായാലും കുഴപ്പം. പിന്നെ നീ പാട്ട് പഠിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. എല്ലാ ദിവസവും ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് അവളെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിപ്പിക്കും. അത് കേട്ട് അതിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും തിരുത്തി അവളെ കൊണ്ടത് കറക്റ്റ് പാടിപ്പിച്ചിട്ട് ഞങ്ങൾ കിടക്കൂ. ഇല്ലടി? എല്ലാ ദിവസവും ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കില്ല. ഉണ്ണിയാരാരിരോ തങ്കമാ, അത് കേട്ടാലേ ക്ലീറ്റാനും ഉറക്കാൻ വരുള്ളൂ. പിന്നെ വേറൊന്നും തോന്നരുത്, ഞങ്ങൾ പ്രണയിച്ചോണ്ടിരുന്ന സമയത്തും ഞാൻ അവളെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കുമായിരുന്നു. നിനക്കാ ചിന്ത ഇവളുടെ ഒരു കലാകാരി ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നിനക്ക് പാടാനായിട്ട് ഒരു സ്പീക്കറും ഒരു മൈക്കും നമ്മളെ പാർട്ടി പ്രസിഡന്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അയ്യോ, അത് ഇവിടെ കൊണ്ടുവന്നാ ഭയങ്കര ബഹളമായിരിക്കും ക്ലീറ്റു ചേട്ടാ. എന്തിന് ബഹളോ? അല്ല ഭയങ്കര ശബ്ദമായിരിക്കൂലേ? എന്റെ പാട്ടല്ലേ, ശബ്ദമല്ലല്ലോ. നീ സംസാരിക്കാതിരുന്നാ മതി, കുറെ ബഹളം അങ്ങനെ തന്നെ കുറയും. സ്പീക്കർ വെച്ചിട്ടുള്ള പാട്ടൊന്നും വേണ്ട. അടേ ചെറുത് അല്ലെന്ന്, നല്ല ഏതെങ്കിലും നല്ലൊരു പാട്ട്, നല്ലൊരു സംഗീതജ്ഞന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അയാളുടെ മുമ്പ് കൊണ്ടുപോയിട്ട് അസൈഡ് പാട്ട് ഇവിടെ പഠിക്കും. നാരായണപിള്ള സാറില്ലേ, നമ്മുടെ കവലേന്ന് അങ്ങോട്ട് എടുത്തു. അവിടെ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്ന സ്ഥലം. ഞാനൊരു കാര്യം പറയാം, ഇനി പാട്ടും കൂത്തൊന്നും പഠിപ്പിക്കണ്ട. അളിയ ഇനി എവിടെ ഇത് വെച്ച് കയറി കയറി വന്നോളൂ. ഇത് എക്സ്പീരിയൻസ് ആണ്. സിനിമ പാട്ട് പാടുന്നത് മാത്രം പോരാ, പാട്ട് പഠിക്കണം. എന്നോട് വിളിച്ചപ്പോ ഒരാള് പറഞ്ഞു പാട്ട് പഠിക്കണം, സ്വരസ്ഥാനം ഒക്കെ ശരിയാക്കണം, എന്നാലേ സിനിമയിലൊക്കെ പാടുമ്പോ. വേണ്ട ക്ലീറ്റു ചേട്ടാ, ഈ വയസ്സാം കാലത്ത് ഇനി പഠിക്കാൻ പോകും. അല്ല അവളെ ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ മതി, അവൾക്ക് ഗുരു ഞാൻ തന്നെ മതി. ഇത്രയൊക്കെ എത്തിയില്ലേ. പിന്നെ ഇതുപോലെ ലഡുവിൽ ഒതുക്കുന്നില്ല, ഭയങ്കര ഒരു പാർട്ടി മറ്റന്നാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ സ്പോൺസറായി നമ്മുടെ ഹോട്ടലല്ലേ, ദുബായ് ഹോട്ടൽ, അവർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട്. പക്ഷെ അവിടെ നീ ചെറുതായിട്ടൊന്ന് പാടണം, അത്രേ ഉള്ളൂ. ഉഗ്രം ഫുഡ് എല്ലാവരുമായിട്ട് ഉണ്ട്. വിളിച്ചവളെയൊക്കെ വിളിച്ചോ. ഞാൻ പറയാം. ഹലോ, തങ്കമല്ല, തങ്കത്തിന്റെ ഹസ്ബൻഡാ. അയ്യോ ഒന്നുമില്ല. എവിടെ? അതെയാ, ഉണ്ട്, എല്ലാവരും ഉണ്ട്. വരണോ? പെട്ടെന്ന് പോര്. പെട്ടെന്ന് വാ. ഓക്കെ, ആൾക്കോട് വന്നോണ്ടിരിക്കുക. ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു തെറി തങ്കത്തിന്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞപ്പോ. മിനുങ്ങും മിന്നാമിനുങ്ങേ മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്ന. എന്തതിങ്ങനെ മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ചൻ. വല്ലാത്തൊരു പാട്ടാട്ടെ ഈ പാട്ട്. എന്താ ഇതിങ്ങനെ? ഇതിലെന്തോ തെറ്റുണ്ട് ഏട്ടാ. എന്റെ വരി തീരണതിന് മുമ്പ് മ്യൂസിക് നിന്നു പോവാ. അങ്ങനെ അതെന്താ അറിയോ, അത് പാട്ട് പാടുമ്പോ ഒരു താളത്തിൽ പാടണം, എന്നാലേ മ്യൂസിക്കിനകത്ത് നിൽക്കണം. ഞാൻ ആ താളത്തിൽ തന്നെയാ പറഞ്ഞേ. ആ കുട്ടി പാടി പോലെയല്ലേ ഞാൻ പാടുന്നേ. പക്ഷെ ഞാൻ വരി തീരുന്നതിന് മുമ്പ് മ്യൂസിക് കയറുന്നു പോവാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം പാട്, എന്നിട്ട് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യ്, എന്നിട്ട് പാട്ട് കഴിഞ്ഞിട്ട് മ്യൂസിക് ഇട്ടാ മതി. രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല നീ പാടുമ്പോ. എന്നെ കളിയാക്കണ്ട കേട്ടാ. കളിയാക്കണല്ല, സത്യമായിട്ട് പറഞ്ഞല്ലേ. ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. ഒരു പുച്ഛം എടുത്തേ ഏട്ടാ. എന്താ ഏട്ടാ കിടക്കാന്ന്. എനിക്കും പാട്ട് പാടി ഫേമസ് ആവണം. അങ്ങനെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രം പോരല്ലോ. പെങ്ങള് പാടിയാൽ അസൂയ മുതൽ കാര്യമില്ലടി. പെങ്ങൾക്ക് കഴിവുണ്ട്, അസലായിട്ട് പാടാനുള്ള കഴിവുണ്ട്. എനിക്ക് അസൂയൊന്നും ഇല്ല. ഞാൻ എടുത്ത വീഡിയോയാണ് വൈറലായത് കേട്ടോ. അതുപോലെ ഞാൻ എന്റെ സ്വന്തമായിട്ടൊരു വീഡിയോ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നീ എടുത്തോണ്ടാണ് ഫേമസ് ആയത്, അല്ലാതെ അവൾക്ക് കഴിവുണ്ടായിട്ടല്ല. പിന്നെ പാട്ട് പാടി, അതുപോലെ ഞാനും പാടൂലോ. കുശുമ്പിനും അസൂയക്കൊക്കെ ഒരു പരിധി ഉണ്ട്. എനിക്ക് കുശുമ്പ് അസൂയൊന്നും ഇല്ല. അതെ, ചെറുതിലേക്കുണ്ടല്ലോ ഞാൻ നന്നായിട്ട് പാടായിരുന്നു. അയ്യന്റെ അമ്മ, നീ ചെറുതിൽ പാടിയ പാട്ടെന്ന് പറഞ്ഞേ. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏട്ടാ. അങ്ങനെ പാട്. കേരമാമരം തണുപ്പേകും നാട്ടിലെ അരുവി കുരുവി തിരുവോണം കൊണ്ടാടാം. ഓ സദപ 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 സദപ
സദപ്പ ഒന്നും മിണ്ടാണ്ടിരുന്ന നീ ആ കുന്തെടുത്ത് കിടന്നേണ്ട്. സത്യായിട്ടോ ഈ സംഘാടനത്തിന് ഞങ്ങക്ക് ഫസ്റ്റ് കിട്ടിയതാ. ആ അതിന് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ, പക്ഷെ നിനക്ക് പാടാൻ അറിഞ്ഞുകൂടാ. നിനക്ക് ആകെ അറിയുന്ന കാര്യം ഇവിടെ തുള്ളി കളിക്കാനും പിന്നെ എന്നോട് തല്ലിവിടാനുമാണ്. ഒന്നുമല്ല, ഞാൻ നന്നായിട്ട് പാടും. നീ കിടക്കണ്ടോ? ഏട്ടൻ എന്തിനാ ലേറ്റ് ഓഫ് ചെയ്ത് കിടക്കാന്ന്. ഏട്ടൻ എന്നെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഏട്ടൻ കിടന്നേ, കിടക്ക്. പതുക്കെ പാടിക്കോ. ആ ഞാൻ ഏട്ടനെ ഉറക്കാം, പാട്ട് പാടി ഉറക്കാം. വേണ്ട വേണ്ട, നിന്റെ പാട്ടൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യണേ. രാരീരാരീരം രാരോ പാടി രാക്കിളി പാടി പൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി. ഞാൻ പുറത്തോടെങ്കിലും പോയി കിടന്നോളാം. എന്തിന്? അല്ലാതെ നല്ലത്. ഏട്ടാ എന്തിനാ പോലെ ഞാൻ പുറത്ത് കിടക്കാം. കണ്ടു വീട്ടിൽ നിന്ന് തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കില്ല, പിന്നെ ഞാൻ എങ്ങനെ വലിയ കലാകാരി ആവണേ? ഇതിൽ നിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇതെങ്ങാനും നീ ആ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തു കൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അങ്ങനെ തലയെ കൂടെ മുണ്ടിട്ടേ നടക്കാൻ പറ്റൂ. ആ ശരിയായിട്ട് ഇവിടെ കിടന്നു. ഞാൻ പാടില്ല. ഞാൻ ഇനി നാളെ തൊട്ട് വെളുപ്പിന് 4 മണിക്ക് സാധകം ചെയ്യും. അപ്പൊ എന്റെ പാട്ട് ശരിയാവുമല്ലോ സാധകം ചെയ്യുമ്പോ.